പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഈ ചാനൽ കൂടി ദൈവവചനവുമായിട്ട് കടന്നു വരുവാൻ ദൈവം എനിക്ക് തരുന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും കർത്താവിൽ കൃപയാൽ സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ കഴിഞ്ഞ ആഴ്ചയിലെ രാത്രിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ. വളരെ ടഫായിട്ടുള്ള സ്കെഡ്യൂളുമായിരുന്നു. യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വളരെ ക്ഷീണിതയാണ്. രാവിലെയും വൈകിട്ടും ഒക്കെ മീറ്റിങ്ങുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനാൽ സമയക്കുറവുകൾ കൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് കഴിയാതെ പോയത്. ഇന്നിവിടെ സൺഡേ ആണ്. ഞാനിപ്പോൾ നാട്ടിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് സൺഡേ കഴിഞ്ഞിട്ട് ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഞങ്ങളുടെ ഒരു നെയ്ബറിൻ്റെ വീട്ടിലൊരു പ്രെയർ ഉണ്ടായിരുന്നു, കോട്ടേജ് മീറ്റിംഗ്. അവിടെ ഞാൻ സംബന്ധിക്കുവാനായിട്ട് ചെന്നപ്പോൾ അവിടുത്തെ പാസ്റ്റർ പെട്ടെന്ന് തന്നെ സിസ്റ്റർ മിനി വചനം പറയും എന്ന് പറഞ്ഞു. അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. എങ്കിലും കൃപയാൽ ദൈവം എന്നെ സഹായിച്ച വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ വീട്ടിൽ ഇങ്ങോട്ട് വന്ന് ഇരുന്ന് എൻ്റെ ഡെയിലി മെസ്സേജ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ശക്തമായിട്ട് പറഞ്ഞു, സുന്ദരം എന്ന ദേവാലയ ഗോപുരം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എനിക്ക് പെട്ടെന്നുള്ള ആ മെസ്സേജ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ദൈവം തന്ന വചനമാണ്, സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ പത്രോസും യോഹന്നാനും ലേമാനും മുടന്തനായ മനുഷ്യനും. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിത പാതയിൽ നമ്മൾ പലപ്പോഴും ഒരു ലേമായിട്ട് തോന്നും, അല്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ വീക്കായിട്ട്, ലേമെന്ന് പറയുമ്പോൾ, മുടന്തൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ മുടന്തിൻ്റെ അവസ്ഥ. അത് നമ്മളുടെ ചിലപ്പോൾ ഒരു ചെറിയ കുക്കിംഗ് ആയിരിക്കും, കരിഞ്ഞു പോകാറില്ലേ? അവിടെയാണ് അത് മുടന്ത്. ചിലപ്പോഴൊക്കെ പെട്ടെന്ന് വെക്കുവാനായിട്ട് നോക്കുമ്പോൾ അത് താഴെ പോകാറില്ലേ? അതാണ് മുടന്ത്. നമ്മുടെ ജോലിയുടെ സാഹചര്യങ്ങളിലായാലും അൺഎക്സ്പെക്റ്റഡായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിട്ട് പെട്ടെന്ന് ജോലികൾ കയറി വരും. അതിപ്പം കോളേജിലായാലും ഹോസ്പിറ്റലായാലും പ്രത്യേകിച്ച് ICUലൊക്കെ ജോലി ചെയ്യുമ്പോൾ അൺഎക്സ്പെക്റ്റഡായിട്ട് പേഷ്യൻറ്റിൻ്റെ എണ്ണം കൂടും. അവർ പെട്ടെന്ന് ക്രിറ്റിക്കലാവുകയും ചെയ്യും. അങ്ങനെ നമ്മളുടെ പ്ലാനിന് അപ്പുറമായിട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മുടന്ത്. പെട്ടെന്ന് രോഗം വരാറില്ലേ? അതാണ് മുടന്ത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതെന്തും ആയിക്കൊള്ളട്ടെ, ജീവിത സാഹചര്യത്തിൽ നിനക്കിന്നൊരു മുടന്ത് ഉണ്ടെങ്കിൽ നമ്മൾക്ക് നോക്കേണ്ട ഒരിടമുണ്ട്. നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണുന്നു. ആക്ട്സ് ചാപ്റ്റർ 3 വേഴ്സസ് 2. അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ വചനം വായിക്കുന്നില്ല. പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ പ്രാർത്ഥന സമയത്ത് കടന്നുപോയി. അവർ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് പോയത്. അതുകൊണ്ടാണ് പ്രാർത്ഥന സമയത്ത് കടന്നുപോയത്. അപ്പോൾ ആ സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ ആ ഗേറ്റിൻ്റെ അടുത്ത് ഒരു മുടന്തനായ, ഒരു മുടന്തുള്ള, ഒരു കുറവുള്ള ഒരു മനുഷ്യൻ അവിടെ ഇരുന്നു. ദേവാലയത്തിലാണ് അവൻ ഇരുന്നത്. അവന് കുറവുള്ളപ്പോൾ അവൻ ദേവാലയത്തിലാണ് ചെന്നിരുന്നത്. ദേവാലയത്തിൽ ഇരുന്നു. അവിടെ പ്രാർത്ഥനയുടെ സമയവുമായിരുന്നു. എന്നാൽ അവൻ്റെ മുടന്ത് മാറിയില്ല. അവനവരെ പലരും കടന്നു പോയിട്ടുണ്ടായിരിക്കും. അവരോടെല്ലാം അവൻ ഭിക്ഷ യാചിച്ചു. അങ്ങനെയാണ് പത്രോസിനോടും യോഹന്നാനോടും ഭിക്ഷ ചോദിക്കുന്നത്. ഭിക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കേൾക്കുന്നതിൻ്റെ അർത്ഥം അറിയത്തില്ലായിരിക്കും. കാരണം നമ്മളങ്ങ് ഭിക്ഷ എന്ന് പറയുന്നത് ഒരു ആംസ്, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ്, ഒരു എയ്ഡ്, ഒരു സഹായം എന്നേ ഉള്ളൂ ഭിക്ഷ എന്നുള്ളതിൻ്റെ അർത്ഥം. നമ്മളുടെ മുടന്തിൻ്റെ സമയത്ത്, നമ്മളുടെ ഒരു പ്രതികൂല സമയത്ത് നമ്മൾ ചോദിക്കുന്ന സഹായമാണ് യഥാർത്ഥത്തിൽ ഭിക്ഷ എന്ന് പറയുന്നത്. അത് നമ്മളവർക്ക് ഒന്നുമില്ലാത്തവർക്ക് വേണ്ടി കൊടുക്കുന്നത് അങ്ങനെയല്ല. ഭിക്ഷ എന്ന് പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഒരു ആവശ്യത്തിൽ നമ്മളൊരു കൈ നീട്ടുക എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും കൈ നീട്ടിയിട്ടുണ്ട്. അത് ഞാൻ കർത്താവിൻ്റെ അടുത്താണ് ഞാൻ കൈ നീട്ടിയിട്ടുള്ളത്. ഞാൻ കൃത്യമായിട്ട് പറയാം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അവിടുത്തെ തന്നെയാണ് ഇവിടെയും കർത്താവ് എന്നെ ഓർമ്മിപ്പിച്ചത്. സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ പത്രോസും യോഹന്നാനും മുടന്തനായ മനുഷ്യനും. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മുടന്തുള്ള അവസ്ഥകൾ വരുമ്പോൾ, ഈ മുടന്തനായ മനുഷ്യനെ പോലെ നാം ആയിത്തീരുമ്പോൾ, മുടന്തനായ മനുഷ്യൻ ദേവാലയത്തിലായിരുന്നു, പ്രാർത്ഥന സമയത്തായിരുന്നു. എന്നാൽ അവൻ ചോദിക്കേണ്ടയിടത്തല്ലായിരുന്നു ചോദിച്ചത്. അതാണ് കർത്താവ് എന്നെ ഓർമ്മിപ്പിച്ചത്. അതുവഴി പലരും കടന്നു വന്നു. പലരോടും അവൻ ഹെൽപ്പ് ചോദിച്ചു. പലരും ഹെൽപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പത്രോസിനോടും യോഹന്നാനോടും ചോദിച്ചപ്പോൾ അവരെന്താ പറഞ്ഞേ? ലുക്ക് ഓൺ us.
ഞങ്ങളെ നോക്കുവീൻ എന്നാണ് പറഞ്ഞത്. ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇതെന്താണ് ഞങ്ങളെ നോക്കുവാനായിട്ട് പറഞ്ഞത്. പ്രിയ ദൈവ പൈതലേ, നീ ദൈവത്തിൻ്റെ മകളാണെങ്കിൽ, ഇഫ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്, ദ അനോയിന്റിംഗ് ഈസ് ഓൺ യു. നീ അല്ല അവിടെ സൗഖ്യമാക്കുന്നത്. പത്രോസും യോഹന്നാനും അല്ല സൗഖ്യമാക്കിയത്. അവരിൽ വ്യാപരിച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ആ മൺകൂടാരങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ലുക്ക് അറ്റ് us, ഞങ്ങളെ ഒന്ന് നോക്ക്. അവിടെ നിന്ന് പൊട്ടിമുളയ്ക്കുന്ന, സ്പ്രെഡ് ചെയ്യുന്ന, വ്യാപരിക്കുന്ന ഒരു ശക്തി, ഒരു ആത്മാവിന്റെ ശക്തി ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങളെ ഒന്ന് നോക്ക്. ഹല്ലേലൂയ. അതുവരെ ആ മുടന്തനായ മനുഷ്യൻ നോക്കിയത് പലരെയുമായിരുന്നു. അവൻ നോക്കേണ്ടയിടത്തല്ലായിരുന്നു നോക്കിയത്. ലുക്ക് അറ്റ് us. അതിനാൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഓർപ്പിക്കുന്നു, നിങ്ങളുടെ മുടന്തിന്റെ അവസ്ഥയിൽ നിങ്ങൾ നോക്കേണ്ടത് എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. When you are weak, when you are tired, when you need a help, look at God, look at Jesus Christ. അനോയിന്റിങ് ഉള്ളിടത്തോട്ടാണ് നാം പോകേണ്ടത്. ആ അനോയിന്റിങ് ആണ് നമ്മളെ വിടുതൽ തരുന്നത്. പ്രൈസ് ഗോഡ്. ഇവിടെ ആ മനുഷ്യൻ, ഭിക്ഷ ചോദിച്ചവൻ, പല നാളുകളായിട്ട് ഭിക്ഷ ചോദിച്ചിട്ടുണ്ടായിരിക്കും. കാരണം അവിടെ പറയുന്നത് അവൻ അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായിരുന്നു, അല്ലേ? അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്നു. അപ്പോൾ അവൻ പ്രാർത്ഥനയിൽ ദേവാലയത്തിലാണ് ചെന്നിരുന്നെങ്കിലും അവനൊരു വിടുതലും കിട്ടിയില്ല. കാരണം പണ്ടൊക്കെ അവൻ പ്രാർത്ഥിച്ച് കാണും, പ്രാർത്ഥിച്ച് മടുത്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവൻ വിചാരിച്ചത് ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, ഞാൻ ദേവാലയത്തിലാണ്, ഞാൻ പ്രാർത്ഥന സമയത്താണ്. എന്നാൽ ഞാൻ ആരോടാണ് ചോദിക്കുന്നത്? ഞാൻ എന്താണ് ചോദിക്കുന്നത്? ഇവിടെ മുടന്തനായ മനുഷ്യൻ മറ്റു പലരോടും ചോദിച്ചതും സൗഖ്യമല്ല ചോദിച്ചത്, ഒരു ഹെൽപ്പ്, എന്തെങ്കിലും ഒരു ഹെൽപ്പ്, ജീവിത സാഹചര്യത്തിൽ ബേസിക് നീഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പായിരിക്കും ചോദിച്ചത്. എന്നാൽ പ്രിയ ദൈവ പൈതലെ, നീ ചോദിച്ചു മടുത്തിരിക്കുകയാണോ? ഇനി എനിക്കത് സാധിക്കത്തില്ല എന്ന് വിട്ട്, ഐ ജസ്റ്റ് ലെഫ്റ്റ് ഇറ്റ്, ഇനി എനിക്ക് സാധിക്കില്ല, ഇനി എൻ്റെ കർത്താവിന് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? നോ, ഗോഡ് ഈസ് സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ യു. ദൈവത്തിന് നിന്റെ പ്രാർത്ഥന വീണ്ടും ആവശ്യമുണ്ട്. ചോദിച്ചു കൊള്ളുക, ചോദിക്കേണ്ടയിടത്ത് ചോദിച്ചു കൊള്ളുക. ഡോണ്ട് സ്റ്റോപ്പ് പ്രേയിങ്. പ്രൈസ് ഗോഡ്. ഹി ഈസ് സ്റ്റിൽ വർക്കിംഗ് ഫോർ യു. ഹി ഈസ് സ്റ്റിൽ ഇൻ കൺട്രോൾ. ഹി സ്റ്റിൽ ക്യാൻ ഹീൽ യു. ഹി ക്യാൻ സ്റ്റിൽ സോൾവ് യുവർ പ്രോബ്ലംസ്. ഹി ക്യാൻ ഹീൽ യുവർ പെയിൻ. പ്രൈസ് ഗോഡ്. ഇന്ന് നിന്നെ അവന് വീണ്ടും ആവശ്യമുണ്ട്. നിന്നെ നോക്കിയിരിക്കുകയാണ്. അതിനാൽ ചോദിച്ചു കൊള്ളുക, ചോദിക്കേണ്ടയിടത്ത് ചോദിച്ചു കൊള്ളുക. പത്രോസും യോഹന്നാനും കടന്നു പോയപ്പോൾ അവനെ ഉറ്റുനോക്കുവാൻ പറഞ്ഞു. ലുക്ക് ഓൺ us, ഞങ്ങളെ നോക്കുവിൻ. കാരണം അവിടെ ആ വ്യാപരിക്കുന്ന ശക്തിക്ക് മാത്രമേ ആ മുടന്തു മാറ്റുവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് പത്രോസിനും യോഹന്നാനും അറിയാമായിരുന്നു. അവരുടെ ആ മൺകൂടാരങ്ങളിൽ വസിച്ചത് നിത്യ തേജസ്സായ ക്രിസ്തുവേശുവിൻ്റെ ആ സ്വരൂപം, ആ വ്യാപരിക്കുന്ന ശക്തി പത്രോസിലും യോഹന്നാനിലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെ ഉറ്റുനോക്കുവാൻ പറഞ്ഞത്. സൂക്ഷിച്ചു നോക്കുവേൻ. അവിടെ നമുക്ക് എബ്രായറിൽ കാണാലോ, ക്രിസ്തുവേശുവിനെ സൂക്ഷിച്ചു നോക്കുവേൻ. ആ ക്രിസ്തുവേശുവിൽ വ്യാപരിക്കുന്ന ശക്തിയെ സൂക്ഷിച്ചു നോക്കുവാനാണ് അവിടെ പറഞ്ഞത്. പ്രൈസ് ഗോഡ്. എന്നിട്ട് ആ മുടന്തൻ എക്സ്പെക്റ്റ് ചെയ്തത് എന്താണ്? ഇറ്റ് മേ ബി ഗോൾഡ് ആൻഡ് സിൽവർ. അതുകൊണ്ടാണ് പറഞ്ഞത്, വി ഡോണ്ട് ഹാവ് ഗോൾഡ് ആൻഡ് സിൽവർ, but what I have I will give you. Hallelujah. Praise God. ഇന്നും പലതും അങ്ങനെയാണ്. ദേവാലയത്തിൽ വരുമ്പോൾ എന്നോടും പലരും ഹെൽപ്പ് ചോദിക്കുന്ന അവസരങ്ങളുണ്ട്. എനിക്കും അത് മാത്രമേ പറയാനുള്ളൂ. ഗോൾഡ് ആൻഡ് സിൽവർ I don't have, but I have one thing. I have the word of God to give you. Hallelujah. Only the word of God can fill you. Hallelujah. Praise God. Hallelujah. ദൈവവചനത്തിന് മാത്രമേ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിപൂർണ ഒരു പരിഹാരം കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾക്ക് ലോകത്തിൽ നോക്കുമ്പോൾ ലോകക്കാരിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് അന്നന്ന് നടന്നു പോകും. എന്നാൽ നിത്യമായിട്ടൊരു പെർമനൻറ്റ് സൊല്യൂഷൻ നമുക്ക് ആവശ്യമാണെങ്കിൽ നാം കർത്താവിനോട് തന്നെയാണ് ചോദിക്കേണ്ടത്. ഹല്ലേലൂയ. അവൻ ഭിക്ഷ ചോദിച്ചു വല്ലതും കിട്ടും, എന്തെങ്കിലും കിട്ടും എന്നോർത്താണ് നോക്കിയത്. എന്നാൽ കർത്താവ് തരുന്നത് എന്തെങ്കിലും അല്ല, നിന്നെ നിറയ്ക്കുവാൻ അവൻ യോഗ്യനാണ്. ഹല്ലേലൂയ. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിപൂർണ വിടുതൽ തരുവാൻ കർത്താവ് സമ്പന്നനാണ്.
ഹല്ലേലൂയ. ഒരു നേരമല്ല, ഒരു ദിവസമല്ല, ഒരു വർഷമല്ല, നിന്റെ ആയുസ് മുഴുവനും പിന്നെ നിത്യതയിലും നടത്തുവാൻ തക്കവണ്ണം കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ അറിയുന്നതെങ്കിൽ ആ ദൈവത്തെയാണ് നിങ്ങൾ കേൾക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം അമിതമായിട്ട് നമ്മെ നിറയ്ക്കുവാൻ കഴിയുന്ന ഒരു ശക്തിയിലോട്ടാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ ചോദിച്ചത് ഒരു പക്ഷേ കുറച്ച് നാണയത്തുട്ടുകളായിരിക്കും, അല്ലെങ്കിൽ ആഹാരമായിരിക്കും. അന്ന് അവർക്ക് ഭിക്ഷ കൊടുക്കുന്നത് ഏതെന്ന് എനിക്കറിയില്ല, അങ്ങനെയുള്ള ഏതെങ്കിലും മാർഗമായിരിക്കും. എന്നാൽ അവർ പറയുന്നത്, എനിക്ക് സിൽവറും സ്വർണവും വെള്ളിയും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദേവാലയത്തിലിരുന്നവൻ, പ്രാർത്ഥന സമയത്തിരുന്നവൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അനോയിന്റഡ് ആയിട്ടുള്ള ദൈവദാസന്മാർ പറയുകയാണ്, ഞങ്ങളിലുള്ള ശക്തി, ഹല്ലേലൂയ, ക്രിസ്തു യേശുവിൻ്റെ ശക്തി, ആ ശക്തിയിലോട്ട് നോക്കുമ്പോൾ നിന്നെ നിറയ്ക്കുന്ന ഒരു കൃപയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പോൾ അവിടെ പറയുന്നത് ആ മുടന്തൻ എഴുന്നേറ്റു എന്നാണ് പറയുന്നത്. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. ഒറ്റയെടുപ്പിന് എഴുന്നേൽക്കുന്നത് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുമ്പോൾ പല സ്റ്റേജുകളിലായിട്ടുള്ള പല ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ട് മാത്രമേ ടെമ്പററി ആയിട്ട് പോലുമുള്ള ഒരു വിടുതൽ കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. മുടന്തനായി, ജന്മനാ മുടന്തനായി പിറന്ന ഒരു മനുഷ്യന് അവൻ കൺട്രാക്ടേഴ്സൊക്കെ വന്നിരിക്കും അല്ലേ, അവന് ഒട്ടും നടക്കുവാൻ അറിയത്തില്ലായിരിക്കും അല്ലേ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ ക്രിയ ചെയ്യുമ്പോൾ അത് പരിപൂർണമാണ്, പരിപൂർണ വിടുതലാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുമ്പോൾ അവർക്കറിയത്തില്ല നമുക്ക് എന്താ ആവശ്യമെന്ന്. അവരുടെ കയ്യിലുള്ള നാണയത്തുട്ടുകൾ ഒരു പക്ഷേ തരും, അത് നമ്മളെ ഫില്ല് ചെയ്യാൻ, സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കത്തില്ല. എന്നാൽ പ്രിയ ദൈവവൈതലേ, നീ എവിടെ ചോദിക്കണമെന്ന് നീ അറിയണം, നീ എന്ത് ചോദിക്കണമെന്ന് അറിയണം. ചോദിക്കുന്നവൻ അറിയാൻ നിന്നെ എങ്ങനെ ഫില്ല് ചെയ്യണമെന്ന്. ചിലപ്പോഴൊക്കെ നിന്റെ പ്രാർത്ഥന ലേറ്റായിട്ടുണ്ടോ? വിഷമിക്കണ്ട കേട്ടോ. ഇവിടെ പറയുന്നത്, അവൻ ചോദിച്ചത് ചില നാണയത്തുട്ടുകളോ ആഹാരമോ ആയിരിക്കാം, എന്നാൽ അത് കിട്ടിയില്ല. കിട്ടിയത് എന്താണെന്നറിയാമോ? മോർ ദാൻ ഹി എക്സ്പെക്റ്റഡ്, മോർ ദാൻ ഹി ഡ്രീംഡ്. ഹല്ലേലൂയ. അവന് സ്വപ്നം കാണുവാൻ കഴിയുന്നതിലും ഉപരിയായിട്ടാണ് നടന്നത്. അവന് നടക്കുവാനൊരു കൃപ. ഇന്നൊരു ഹോസ്പിറ്റലൊക്കെ കയറിയാൽ അറിയാം എത്ര രൂപയായിരിക്കും, എന്നാലും വിടുതൽ നമുക്ക് കിട്ടത്തില്ല എപ്പോഴും. എന്നാൽ ഇവിടെ പറയുന്നത്, ജന്മന മുടന്തനായവന് എന്താവശ്യമായിരുന്നെന്ന് ക്രിസ്തു യേശുവിന് നല്ലവണ്ണം അറിയാമായിരുന്നു. ആ കൃപയ്ക്ക് നല്ലവണ്ണം അറിയായിരുന്നു. പത്രോസും യോഹന്നാനിലും വസിച്ച ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിക്ക് അറിയാമായിരുന്നു ആ മുടന്തൻ എന്താണ് ആവശ്യമെന്ന്. വേണമെങ്കിൽ കുറച്ച് നാണയത്തുട്ടുകളൊക്കെ കൊടുക്കാമായിരുന്നു, ആഹാരവും കൊടുക്കാമായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ഇമ്പോസിബിൾ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിനറിയാം നിന്നെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് നീ ചോദിക്കുന്നത് ലഭിക്കാത്തത്. നീ ചോദിക്കുന്നതിനും നിനയ്ക്കുന്നതിലും ഉപരിയായിട്ട്, അത്യന്തം ഉപരിയായിട്ട് നിന്നെ നടത്തുന്ന ഒരു ദൈവകൃപ. പലപ്പോഴും പ്രാർത്ഥന ലേറ്റായിട്ടുണ്ടോ? പ്രാർത്ഥനയ്ക്ക് ഭംഗം വന്നിട്ടുണ്ടോ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ ഇരുന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാണ് കാരണം. നീ ചോദിക്കുന്നത് അല്ല, നിൻ്റെ ആവശ്യത്തിലും അപ്പുറമായിട്ട് നിന്നെ നിറയ്ക്കുന്ന ഒരു കൃപ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതാണ് ഇന്ന് ദൈവാത്മാവ് പറഞ്ഞത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഫോണെടുത്ത് ക്യാമറ ഓൺ ചെയ്ത് അങ്ങ് പറയുമായിരുന്നു. പ്രൈസ് ഗോഡ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. എനിക്കിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായിട്ട് പറഞ്ഞത്, പത്രോസ്, യോഹന്നാന്, സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിലുള്ള മുടന്തൻ പ്രാർത്ഥന സമയത്താണ്, ദേവാലയത്തിലാണ്. എന്നാൽ ആരോട് എന്താണ് ചോദിക്കുന്നതെന്ന് അറിയില്ല. അതുവരെ അവൻ ചോദിച്ചത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരോടാണ്. അതുവരെ അവർ ചോദിച്ചത് അവൻ്റെ നീഡായിരുന്നില്ല, അവൻ്റെ ആ പോയിന്റ്, അവൻ്റെ ആ ഏറ്റവും വലിയ നീഡായിരുന്നില്ല. എന്നാൽ ദൈവത്തോട് ചോദിച്ചുകൊള്ളുക. ദൈവത്തോട് ചോദിക്കേണ്ടത് നമ്മളുടെ ഏറ്റവും വലിയ ആവശ്യമായിരിക്കണം. നാം എന്താണ് ദൈവത്തോട് ചോദിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. നാം ചോദിക്കുന്നത് അറിഞ്ഞില്ലെങ്കിലും അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ അത്യന്തപരമായിട്ട് നമ്മെ ഫില്ല് ചെയ്യുവാൻ, സാറ്റിസ്ഫൈ ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവസന്നദ്ധിയിലാണ് നാം വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ഗോഡ്. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും തടസ്സമില്ല. നിൻ്റെ ഉത്തരം ഒരിക്കലും ലേറ്റ് അല്ല. ഗോഡ് നോസ് ഇൻ ഹിസ് ടൈം ഹി ഈസ് ഗോയിങ് ടു ഫിൽ യു. പ്രൈസ് ഗോഡ്. ഇൻ ജീസസ് നെയിം ഐ ബ്ലെസ് എവറി വൺ. ഗോഡ് ബ്ലെസ് യു.